പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ്നസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വചനദീപ്തിയിലേക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ചിന്ത എന്നത് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനായിട്ട് വരുമ്പോൾ പ്രിയപ്പെട്ട പനക്കലച്ചൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ക്ലാസ് വളരെയധികം മനുഷ്യരെ മാറ്റിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു വചനഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. അതിപ്രകാരമാണ് പറയുന്നത്: പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടുകൊടുക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രവുമല്ല, നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുപ്പിൻ. അതുവഴി നീ അവൻ്റെ തലയിൽ തീക്കനൽ കുന്നുകൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം അച്ഛൻ പറയുമ്പോൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഈ വചനമായിരുന്നു. ആ മനുഷ്യൻ ധ്യാനിക്കാൻ വന്നത് തൻ്റെ മകളുടെ വിവാഹം തടസ്സമായിട്ടാണ് വരുന്നത്. വിവാഹ തടസ്സം വരാൻ കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സമ്പത്ത് കടം വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ ദുഃഖത്തോടെയാണ് വരുന്നത്. മകളുടെ വിവാഹം പോയി, അതോടൊപ്പം സമൂഹത്തിലുണ്ടായ മാന്യത പോയി, എല്ലാം നഷ്ടപ്പെട്ട് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്ന് ഈ വചനം ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ വചനം ടച്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ പോയിട്ട് എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ച് ഞാൻ അവനോട് ശത്രുത മാറ്റിവെക്കുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ധ്യാനം കഴിഞ്ഞ് ചെന്ന് ഈ മനുഷ്യൻ ക്ഷമ ചോദിച്ച് പൈസ വാങ്ങിയ കൂട്ടുകാരൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയായിരുന്നു: എനിക്ക് പൈസയും കിട്ടി, എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ക്ഷമ ചോദിച്ചപ്പോൾ ഈ മനുഷ്യനുണ്ടായ മനോഭാവം അതായിരുന്നു. എന്നാൽ രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങുവാനായിട്ട് പോയി. ഉറങ്ങാൻ സാധിച്ചില്ല. തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. ജീവിത പങ്കാളി ചോദിച്ച്, എന്താണ് ഇത്രയും നേരമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എടി, ഞാൻ മൂലമാണ് എൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണം പോയത്. ഞാൻ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ കൊച്ചിൻ്റെ വിവാഹം പോയതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കറിയാം, പണ്ട് ധ്യാനം കൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ക്ഷമിക്കാനുള്ളവരുടെ വീടുകളിലേക്കാണ് ഓടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചേട്ടനും ഓടിപ്പോയത്. എന്നാൽ ഈ മനുഷ്യൻ വെളുപ്പാങ്കാലത്തെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വാതിക്കൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. രാവിലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ താൻ കൊടുത്ത പൈസയും അതിനുള്ള പലിശയും കൂടെ കൂട്ടി ചേർത്ത് കൊണ്ടാണ് ഈ മനുഷ്യൻ വന്ന് നിൽക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, വചനം ഇങ്ങനെയാണ് പറയുന്നത്: നീ ക്ഷമിക്കുമ്പോൾ, നീ അവനോട് പൊറുക്കുമ്പോൾ അവൻ്റെ തലയിൽ തീക്കനൽ കുന്നുകൂട്ടുവന്ന്. കിടന്നുറങ്ങാൻ സാധിക്കില്ല. ആയതിനാൽ നമുക്ക് പരസ്പരം ക്ഷമിക്കുന്നവരായി മാറാം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ഒരു കൊച്ചു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും പറയും ക്ഷമിക്കുക. ഒരു മനുഷ്യൻ സഹോദരനുമായിട്ട് പ്രശ്നമുണ്ടായി, വസ്തു സംബന്ധമായ
കലഹങ്ങളുണ്ടായി. വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങൾ പറയുക. എൻ്റെ സഹോദരൻ എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവൻ എന്നോട് പറയാൻ പറ്റാത്തതെല്ലാം പറഞ്ഞ് ചെയ്യാൻ പറ്റാത്തതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വികാരി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞ്, നീ പോയി ക്ഷമിക്കുക, നീ അവനോട് ക്ഷമിക്കുക, അതാണ് നീ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇത് കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ ഒരു തൃപ്തനാകാതെ പുറത്തേക്ക് കടന്നു വന്നു. പുറത്തേക്ക് വരുമ്പോൾ മേടയുടെ ഫ്രണ്ടിലൊരു സിസ്റ്റർ നിൽപ്പുണ്ട്. സിസ്റ്ററിനോടും പറഞ്ഞ് ഈ വിഷയങ്ങളെല്ലാം. അപ്പോൾ സിസ്റ്ററും പറഞ്ഞ് ക്ഷമിക്കാൻ. എന്നിട്ട് അത് മനസ്സിലാകാതെ ഈ മനുഷ്യൻ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് അറിയത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ പള്ളിയുടെ മുറ്റത്തേക്ക് നടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ്, എൻ്റെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, എനിക്ക് എൻ്റെ സഹോദരൻ എന്നെ വിഷമിപ്പിച്ചു, ദുഃഖിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ബ്രദറും പറഞ്ഞ് ക്ഷമിക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒന്നാണ്. എന്താണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കുക, സഹിക്കുക, പൊറുക്കുക എന്നൊക്കെയാണെന്നാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിൽ വലിയൊരു സംഭവം കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കുരിശിൽ താൻ മരിക്കുന്ന സമയത്ത് മരിച്ചോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി തൻ്റെ വിലാപിലേക്ക് കുന്തമെടുത്ത് കുത്തിയ ഒരു മനുഷ്യനുണ്ട്. വേണമെങ്കിൽ സർവ്വ മാലാകവൃന്ദവും ഈ കുരിശിൻ്റെ ചുവട്ടിലുണ്ട്. കുന്തമെടുക്കുമ്പോൾ തന്നെ ഈ മനുഷ്യനെ വേണമെങ്കിൽ നശിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ കൊന്നുകളയാമായിരുന്നു. പക്ഷേ ക്രിസ്തു അതൊന്നും ചെയ്തില്ല, സഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അത് തന്നെയുമല്ല, അർഹിക്കാത്തത് കൊടുക്കുക എന്നതാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് കൊടുക്കുക. എന്താണ് അർഹിക്കാത്തത്? ഒരു മനുഷ്യനെ നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാരണം. അതുകൊണ്ടാണ് അർഹിക്കാത്തത് കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ ജീവിക്കുവാനായിട്ട് അനുവദിച്ചത്. ജീവിക്കാൻ അനുവദിച്ചപ്പോൾ ഈ കുത്തിയ മനുഷ്യൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. പ്രിയ സഹോദരങ്ങളെ, ക്ഷമിക്കുമ്പോഴാണ്, അർഹിക്കാത്തത് അപരനു നൽകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തന്നത്. കർത്താവ് ക്ഷമയുടെ വലിയൊരു മാതൃകയാണ് കാണിച്ചു തന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളോട് പാദങ്ങൾ കഴുകിയതുപോലെ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണമെന്ന്. ഏറ്റവും ഉയർന്നു നിൽക്കുന്നവൻ ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും കുറ്റപ്പെടുത്തുമെന്നും ഓടിപ്പോകുമെന്ന് കണ്ട മനുഷ്യൻ്റെ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ഏറ്റവും ചെറുതായി കാണിച്ചു തന്ന ക്രിസ്തുനാഥനെ നമുക്ക് മാതൃകയാക്കാം. പ്രിയ സഹോദരങ്ങളെ, ക്ഷമിക്കപ്പെടുമ്പോഴാണോ നമ്മൾ വലുതാകുന്നത്, ക്ഷമ കൊടുക്കുമ്പോഴാണോ വലുതാകുന്നത്? പലരും വിചാരിക്കുന്നത് ക്ഷമ കൊടുക്കുമ്പോൾ, ക്ഷമ ചോദിക്കുന്നവനാണ് വലുതാകുന്നത്. അതുകൊണ്ട് പരസ്പരം ക്ഷമിക്കുന്നവരായി നമുക്ക് മാറാം, പരസ്പരം പൊറുക്കുന്നവരായി നമുക്ക് മാറാം. പ്രിയ സഹോദരങ്ങളെ, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ പല കുടുംബങ്ങളിലും പരസ്പരം മിണ്ടാതെയും ക്ഷമിക്കപ്പെടാതെ ഇരിക്കുന്ന കുടുംബങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ദേവാലയത്തിൽ പോകും, പക്ഷേ നമുക്ക് ക്ഷമിക്കേണ്ടവരോട് വ്യക്തമായി ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നിങ്ങളും ക്ഷമിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. അതായത് നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ പീഡിപ്പിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവരാണ് നമ്മളെ ഭൂമിയിൽ വളർത്തുന്നത്. നമുക്ക് സഹനം തരുന്നവരാണ് തീർച്ചയായിട്ടും നമ്മളെ ഈ ഭൂമിയിൽ വളർത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുന്നത് നമ്മളെ പീഡിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തണമെങ്കിൽ നീ പരസ്പരം ക്ഷമിക്കണം.
ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. അതുകൊണ്ടാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് കർത്താവ് പഠിപ്പിച്ചപ്പോൾ മനോഹരമായിട്ട് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ മാത്രം ഞങ്ങൾക്കത് തന്നാൽ മതി എന്നാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു ദിവസം ഒരുപക്ഷെ 5 പ്രാവശ്യമോ 6 പ്രാവശ്യവും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ചേക്കാം. പക്ഷേ നമുക്ക് ഒരാളോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ചിലർ പറയുന്നത് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ മരിച്ചാലും എൻ്റെ പെട്ടിയിൽ പോലും പിടിക്കുവാൻ, എന്നെ കാണാൻ പോലും വരരുതെന്ന് പറയുന്ന പലരെയും എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം ക്ഷമിക്കാം. കർത്താവ് പഠിപ്പിച്ചത് അതാണ്. ഒരു പാട്ടിൻ്റെ ഈരടി ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിച്ചേരുമെന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന് ഭയങ്കര പ്രീതിയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത്. ആ ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളോട് ഇണങ്ങി കഴിയുമെന്ന്. എബ്രായർ 12-ാം അധ്യായം 15-ാം വാക്യം ധ്യാനിക്കുമ്പോൾ, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷമുണ്ടായാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുകയാണ് ചെയ്യുന്നത്. വിദ്വേഷമുണ്ടായാൽ ശരീരം മലിനമാകുകയാണ് ചെയ്യുന്നത്, രോഗിയായി മാറുമെന്നാണ് പറയുന്നത്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്നു, നമുക്കറിയാം വേര് വളരുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ വിദ്വേഷവും പകയും വൈരാഗ്യവും ഇതൊക്കെ ആയിരിക്കാം അതിന് കാരണമായി തീരുന്നത്. നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികളെ നമുക്ക് ഓർക്കാം, അത് കുറച്ച് നല്ലതായിരിക്കും. വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നീ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യപ്പെടണം. നമുക്കൊരാളോട് ഉണ്ടാകുന്നതിലുപരി നിന്നോടൊരാളോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നമ്മൾ ബലിവസ്തു വെച്ചിട്ട് പോയി രമ്യതപ്പെടണമെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്ഷമയെന്ന് പറയുന്നത് മനുഷ്യന് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അത് കർത്താവിൻ്റെ കൃപയും ദയയും കാരുണ്യവും ഇല്ലാതെ ഒരു മനുഷ്യനും ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ആയതിനാൽ നമുക്ക് പരസ്പരം ക്ഷമിക്കുന്നവരായി മാറാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ: എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. പ്രിയ സഹോദരങ്ങളെ, ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ഇത്രത്തോളം നമ്മളിലേക്ക് വന്ന് നിറയും. കാരണം സ്നേഹിക്കുന്ന ഒരുവന് ആനന്ദമുണ്ടാകും. ആനന്ദമുള്ള ഒരുവന് മാത്രമേ സമാധാനമുണ്ടാകുകയുള്ളൂ. വിദ്വേഷത്തോടെ ഇരിക്കുന്നവൻ എങ്ങനെ സമാധാനമുണ്ടാകും? അപ്പോൾ സമാധാനം ഉള്ളവന് മാത്രമേ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ക്ഷമിക്കപ്പെടണമെങ്കിൽ സമാധാനമുള്ളവനെ നടക്കത്തുള്ളൂ. ക്ഷമിക്കുന്നവന് മാത്രമേ ദയ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ദയയുള്ളവന് മാത്രമേ നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ദയയുള്ളത് കൊണ്ടാണ് നന്മ ചെയ്യുന്നത്. അപ്പോൾ
പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ക്ഷമ നഷ്ടപ്പെട്ടു പോയാൽ ഈ നന്മകളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകും. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചിട്ട് നമുക്ക് എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പരസ്പരം സ്നേഹിക്കുന്നവരായി മാറാം, പരസ്പരം പൊറുക്കുന്നവരും ക്ഷമിക്കുന്നവരുമായി മാറാം, പരസ്പരം ക്ഷമ ചോദിക്കുന്നവരാകാം. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വീട്ടിലുമല്ല, പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമിക്കുന്നില്ല. ചെറിയ കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് 2 മുറിയിൽ താമസിക്കുന്നവർ, ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നതെങ്കിലും കുടുംബമെന്ന് പറയുമെങ്കിലും അവർ 2 മുറിയിലാണ് കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരസ്പരം ക്ഷമിക്കാം, പരസ്പരം സഹിക്കാം. നന്മയുള്ളവന് മാത്രമേ വിശ്വസ്തതയുണ്ടാകത്തുള്ളൂ. നന്മ ചെയ്യുന്നവൻ വിശ്വസ്തനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നന്മ ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ മക്കളോട് നന്മ ചെയ്യുക, ജീവിത പങ്കാളിയോട് നന്മ ചെയ്യുക, സമൂഹത്തോട് നന്മ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ വിശ്വസ്തനായ ഒരു വ്യക്തിയായി മാറുന്നത്. വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും അവന് ദേഷ്യപ്പെടാൻ സാധിക്കില്ല. വിശ്വസ്തനായ ഒരു വ്യക്തിക്ക് എപ്പോഴും ആത്മസംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഏത് കാര്യവും വിവേചനത്തോടെ ചിന്തിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് പരസ്പരം സ്നേഹിച്ചും പരസ്പരം ക്ഷമിച്ചും പരസ്പരം ആദരിച്ചും ജീവിക്കുന്നവരായി മാറാം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ധ്യാനം കൂടി ഈ ക്ഷമയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ആദ്യം ക്ഷമിച്ചത് എൻ്റെ ഭാര്യയോടാണ്. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം എൻ്റെ ജീവിതത്തെ കർത്താവ് മാറ്റി മറിച്ചു. എൻ്റെ മക്കളെ എനിക്ക് ശാസിക്കേണ്ടി വന്നിട്ടില്ല, എൻ്റെ മക്കൾ പഠിക്കുമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. അവർ പഠിക്കാൻ തുടങ്ങി. ഞാൻ ക്ഷമ ചോദിച്ച് എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്തപ്പോൾ എൻ്റെ കുടുംബം മുഴുവനാണ് ദൈവം അനുഗ്രഹിച്ചത്. അപ്പോൾ ക്ഷമയെന്ന് പറയുന്നത് ഒരു വലിയ ഔഷധമാണ്. ആ ക്ഷമയിലേക്ക് നമുക്ക് പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നേറാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെല്ലാം ഈ നിമിഷം യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കാം. കുഞ്ഞുനാൾ മുതലുള്ള ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തിയെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് പൂർണ്ണമായും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കാം. നല്ലവനായ കർത്താവെ, സഹിച്ചും ക്ഷമിച്ചും ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, നീ കുരിശിൽ ചിന്തിയ രക്തം എന്നെയും ഞാൻ ക്ഷമിക്കുവാനുള്ള വ്യക്തിയെയും ഇതാ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തം എന്നെയും ഞാൻ ക്ഷമിക്കുവാനുള്ള വ്യക്തിയെയും കഴുകി വിശുദ്ധീകരിക്കണമേ. എന്നെ പൂർണ്ണമായും കഴുകണമേ. എല്ലാവരോടും സ്നേഹിക്കുവാനും സമാധാനത്തിൽ വർദ്ധിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപ സാഹചര്യങ്ങളെയും ക്ഷമിക്കപ്പെടാതിരുന്ന സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, എന്നെ ഇതാ കഴുകണമേ. എനിക്കൊരു പുതിയ വ്യക്തിയായി മാറുവാൻ പുത്തൻ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, എൻ്റെ കുറവുകളിൽ എന്നെ സഹായിക്കണമേ. ഒപ്പം കുരിശിൻ ചവിട്ടിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.